പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി. കനവ് പോലെ പുതു കവിത പോലെ, കടൽ പോലെ കാറ്റുപോലെ ഓർമ്മയിൽ. അവര് തമ്മില് അങ്ങനെ ഒരു അടുപ്പമുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലേട്ടാ. ഇവിടെ വന്ന കാലം മുതല് എനിക്ക് അവളെ അറിയാവുന്നതാ. മോശപ്പെട്ട രീതിയിലൊന്നും നടക്കുന്നവളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നുന്നില്ലല്ലോ. ഇതാ ഇത്തരക്കാരുടെ ഒരു മിടുക്ക്. മിണ്ടാ പൂച്ച കളിച്ച് നടന്നോളും. എന്റെ കുഞ്ഞുലക്ഷ്മി, ഇതിൽ എത്രയോ വലിയ കേമത്തികളെയും കേമന്മാരെയും സർവീസിലിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാ. ദേ, സാമാന്യ ബുദ്ധിക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. സിമ്പതിയുടെ പുറത്ത് 1-1.5 ലക്ഷം രൂപ അവൾക്ക് കൊടുത്ത് സഹായിക്കേണ്ട കാര്യമുണ്ടോ അയാൾക്ക്? ഇതത് തന്നെ കാര്യം. ഓപ്പറേഷന് പണമടയ്ക്കാൻ മറ്റൊരു വഴിയും ഇല്ലാതെ വന്നപ്പോ അവളും സമ്മതിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അയാൾ ഉടനെ ഒരു ബാംഗ്ലൂർ യാത്ര വെച്ചതും അവളെ കൂടെ കൂട്ടിയതിന്റെ ഒക്കെ അർത്ഥം എന്താ? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ആ ഓപ്പറേഷൻ നടത്താൻ ഗോപൻ അവളുടെ ഭർത്താവൊന്നും അല്ലല്ലോ ഏട്ടാ. പിന്നെ ബാംഗ്ലൂർ പോകുന്ന കാര്യം വേണി മുൻകൂട്ടി ഹരിയെ അറിയിച്ചിരുന്നതാ. അവൻ കൂടെ നിർബന്ധിച്ചോണ്ടാ ആ യാത്രയ്ക്ക് പോകാൻ അവൾ തയ്യാറായത് തന്നെ. നീ എന്തറിഞ്ഞിട്ടാ കുഞ്ഞുലക്ഷ്മി സംസാരിക്കുന്നത്? അതൊക്കെ അവളുടെ ഒരു അടവായിരിക്കും. നിങ്ങളുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുമ്പോ ആർക്കും സംശയവും തോന്നില്ലല്ലോ. ദേ, നിന്റെ മോന്റെ നല്ല സമയത്തിനാ ഇതെല്ലാം നേരത്തെ കൂട്ടി അറിയാൻ കഴിഞ്ഞത്. ഇനി ഇതേക്കുറിച്ച് ആലോചിച്ച് തിരക്കാനൊന്നും നിൽക്കണ്ട. കണ്ണി കൊള്ളാനിരുന്നത് പുരികത്ത് കൊണ്ടങ്ങ് ഒഴിഞ്ഞെന്ന് കരുതണം. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഈ കല്യാണം. മനസ്സിനിണങ്ങിയൊരു പെണ്ണായതുകൊണ്ടാ അവനും ഈ ബന്ധത്തിന് സമ്മതിച്ചത്. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ ഈശ്വര. നീ മനസ്സ് വെച്ച നിശ്ചയിച്ച മുഹൂർത്തത്തിന് തന്നെ ഹരിയുടെ കല്യാണം നടക്കും കുഞ്ഞുലക്ഷ്മി. അതിനുള്ള പോംവഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ? ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ പറയാം. ആദ്യം നീ അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നോക്ക്. ഇത് മുടങ്ങിയതിന്റെ പേരിൽ ഇനി ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കേ വേണ്ടെന്നാണല്ലോ അവൻ പറയുന്നത്. ഇനി ഉടനെ ഒരു കല്യാണത്തെ പറ്റി ഞാൻ അവനോട് എങ്ങനെയാ പറയാ? അഥവാ അവൻ സമ്മതിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറ്റിയൊരു പെൺകുട്ടിയെ നമ്മൾ എവിടെ പോയി തപ്പിപ്പിടിക്കും? പെൺകുട്ടിയൊക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്. പണ്ട് ഇതേപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ചതുമാ. ലേഖയുടെ കാര്യമാണ് ഏട്ടൻ പറയുന്നേ? അതെ. അന്ന് നിനക്കും നിന്റെ മോനും എന്തോ ചില തൃപ്തിക്കുറവുണ്ടായിരുന്നല്ലോ. അതാ പിന്നെ ഞാൻ ആ കേസ് കിട്ടങ്ങ് മടക്കിയത്. ഇപ്പൊ ഞാൻ ചോദിക്കുക, നിനക്ക് ഈ ബന്ധത്തിന് സമ്മതമാണോ? ആണെങ്കിൽ പറ, നിശ്ചയിച്ച ദിവസം തന്നെ നമുക്ക് ഈ കല്യാണം നടത്താം. അത് പിന്നെ അവൻ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തപ്പോ ഞാൻ എന്താ പറയേട്ടാ? അതാ പറഞ്ഞത്, നീ മനസ്സ് വയ്ക്കണമെന്ന്. നന്നായിട്ടൊന്ന് നിർബന്ധിച്ച അവൻ നമ്മുടെ വഴിക്ക് വരുമെന്നേ. വരാതിരിക്കാൻ ചട്ടുകാലിയും കോങ്കണ്ണിയുമൊന്നും അല്ലല്ലോ എന്റെ മോള്. എന്താ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ കുഞ്ഞുലക്ഷ്മി? എന്റെ മോക്ക് എന്താ ഒരു കുറവ്? ആവശ്യത്തിന് പഠിപ്പും വിവരവുമുണ്ട്, സൗന്ദര്യമുണ്ട്. പിന്നെന്താ, ഒന്നേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ച് വളർത്തിയതിന്റെ ഇത്തിരി കുറുമ്പും പിടിവാശിയൊക്കെ ഉണ്ട്. അത് കല്യാണം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. ദേ, ഇതിലും നല്ലൊരു ചെറുക്കനെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, അറിയാലോ.
അവൾ ഒരുത്തേ എനിക്കുള്ളൂ. സമ്പാദിച്ചതൊന്നും പുറത്തൊരു കൂട്ടർ അനുഭവിക്കേണ്ടെന്ന് കരുതിയാ. ഉള്ളത് കുടുംബത്തിൽ തന്നെ കിടക്കുമല്ലോ. എന്റെ കണ്ണടയും വരെ എല്ലാം ഞാനായി തന്നെ നോക്കി നടത്തുകയും ചെയ്യാം. എന്തു പറയുന്നു? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവന്റെയും കൂടെ അഭിപ്രായം അറിയണല്ലോ. ആലോചിച്ചോ. നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് അറിയിച്ചാ മതി. ആ ശരി. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാ? മിസ്റ്റർ മോഹനചന്ദ്രൻ? അതെ. ഞാൻ അപർണ, ശ്വേതയുടെ ഫ്രണ്ടാ. അമ്മയ്ക്കറിയാം. ആന്റി ഇല്ലേ? ഉണ്ട്. കുട്ടിയിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം. എന്താ പറഞ്ഞേ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? ഏയ്, അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? അതല്ലേ ഒന്ന് വിളിച്ചു പോലും പറയാതെ നേരെ ഇങ്ങ് പോന്നത്. ആന്റി ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി. കുറച്ചുകൂടെ താമസിച്ചാ വന്നിരുന്നെങ്കിലേ ഞെട്ടുന്നത് അപർണയായിരുന്നേനെ. ഞാനും മോഹനും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അയ്യോ, അപ്പൊ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? പറ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ശ്വേത വിളിക്കാറുണ്ടോ? ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. അവള് പറഞ്ഞ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. MRC സാറിനെയും ആ വേണിയെയും ബന്ധപ്പെടുത്തി ചില വാർത്തകളൊക്കെ ഞാനും അറിഞ്ഞു. ഷോ, അപ്പോ അതൊക്കെ നാട്ടി പാട്ടായി കഴിഞ്ഞു അല്ലേ? വല്ല മഞ്ഞപ്പത്രക്കാരങ്ങണോ അറിഞ്ഞ പിന്നെ അത് മതി. ഏയ്, അത്രയ്ക്ക് പബ്ലിസിറ്റി ഒന്നും ആയിട്ടില്ല. ഞാൻ അറിഞ്ഞത് വേണിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാള് പറഞ്ഞിട്ടാ. ഇതിന്റെ പേരിൽ വേണിയുടെ വിവാഹം മുടങ്ങിന്നൊക്കെ പറയുന്ന കേട്ടു. നേരാണോ ആന്റി? കേട്ടതൊക്കെ നേരാ മോളെ. പിന്നെ ഈ നാറിയ കഥ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നശിച്ചവളുടെ കല്യാണം മുടങ്ങിയെന്ന് മാത്രം. കേട്ടതൊക്കെ ഒരു കഥയാണെന്ന് ആന്റി വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ലാതെ. മോളെന്താ പിന്നെ അങ്ങനെ ചോദിച്ചത്? ഏയ്, സാറിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച വരാൻ സാധ്യതയില്ല. പക്ഷേ ഒപ്പമുള്ളത് അവളായതുകൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടാവുമെന്നാ എന്റെ സംശയം. അല്ല, നിങ്ങളെക്കാൾ നന്നായി എനിക്ക് അവളെ അറിയാം. ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവൾ തയ്യാറാവും. അതിനുള്ള മിടുക്ക സാമർഥ്യവും അവൾക്ക് വേണ്ടുവോളം ഉണ്ട്. MRC എന്ന ക്രോണിക് ബാച്ചിലറെ പ്രലോഭിപ്പിച്ച് വലയിലാക്കാൻ അവളെപ്പോലൊരു പെണ്ണിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. അല്ലെങ്കിൽ ആന്റി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു സാധാരണ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്ത അവൾക്കെങ്ങനെയാ ഇത്ര പെട്ടെന്ന് കമ്പനിയിൽ ഒരു ഉയർന്ന പോസ്റ്റ് കിട്ടിയത്? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞൂന്നാവും. എന്റെയും നിങ്ങളുടെയും ശത്രു ഒരാളായതുകൊണ്ട് ഞാൻ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ശ്വേത പറഞ്ഞുള്ള അറിവും എല്ലാം ചേർത്ത് വായിക്കുമ്പോ ഈ കല്യാണം മുടങ്ങിയതിൽ പ്രയോജനത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്താ അപകടം? കല്യാണം മുടങ്ങിയത് താൻ കാരണമാണെന്ന് MRCക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ സെന്റിമെന്റ്സിൽ പിടിച്ചായിരിക്കും ഇനി അവൾ നീങ്ങാൻ പോകുന്നത്. തനിക്ക് കിട്ടാവുന്ന നല്ല ജീവിതം നഷ്ടമായെന്നൊക്കെ പറഞ്ഞ് MRCയുടെ മുന്നിൽ അവൾ ഒരു ദുഃഖപുത്രിയായി അഭിനയിക്കും. പിന്നെ ആന്റിയുടെ അനിയൻ ആളൊരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് ആ കണ്ണീരിന് മുന്നിൽ വീണു പോവുകയും ചെയ്യും. താൻ കാരണം മുടങ്ങിയ കല്യാണത്തിന് പരിഹാരം കാണാൻ MRC വേണിയെ തന്നെ ഭാര്യയാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ? എന്താന്റി, അങ്ങനൊരു സാധ്യതയില്ലേ?
ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. ആന്റിയുടെ സമ്മതം അവർക്ക് ആവശ്യമില്ലെങ്കിലോ? കല്യാണം കഴിക്കാതെ ജീവിച്ചോളാന്ന് ആന്റിക്ക് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ MRC. അങ്ങനെ എങ്ങാണ് സംഭവിച്ച ഈ കാണുന്നതൊക്കെ ആ പിഴച്ചവളുടെ കയ്യിലാകൂല്ലോ എന്റെ ഈശ്വര. എനിക്കതൊന്ന് ചിന്തിക്കാൻ കൂടി വയ്യ മോളെ. ആന്റി വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അഥവാ ഈ വിവാഹം നടന്നാലും ആന്റി മക്കളും വിഡ്ഢികളാവാൻ പാടില്ല. അതിനു മുമ്പ് ഈ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേരിലാക്കണം. എങ്ങനെ? അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. തൽക്കാലം ഇതൊക്കെ രഹസ്യമായിരിക്കണം. അവളുടെ പ്ലാൻ എന്താണെന്ന് ആദ്യം അറിയട്ടെ. എന്തെങ്കിലും അറിഞ്ഞാ മോൾ അപ്പ തന്നെ എന്നെ അറിയിക്കണം. അറിയിക്കാം ആന്റി, ഞാൻ കൂടെ ഉണ്ടാവും എന്തിനും. എന്നാ നിങ്ങളുടെ ഔട്ടിങ് മുടക്കണ്ട, ഞാനും ഇറങ്ങാ. ആ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലേ? ഉവ്വ്, വിശദമായിട്ട് പരിചയപ്പെടാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്നാ ഞാൻ വരട്ടെ ആന്റി. എന്തിനാ അവള് വന്നത്? ഒക്കെ പറയാം, നീ വണ്ടി എടുക്ക. വേണ്ട, എനിക്ക് വേണ്ടി അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ടെന്ന് അമ്മാവനോട് പറഞ്ഞേക്ക്. വേണിയെ വിവാഹം കഴിക്കാൻ തയ്യാറില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനർത്ഥം ലേഖയെ സ്വീകരിക്കാൻ ഒരുക്കാണെന്നല്ല. പിന്നെന്താ നിന്റെ ഉദ്ദേശം? ഈ പേരും പറഞ്ഞ് കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കാന്നാണോ? നിന്റെ നോട്ടത്തിൽ ലേഖയ്ക്ക് എന്താ ഒരു കുഴപ്പം? കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവളെ പോലൊരു കുട്ടിയെ ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇക്കാര്യം പണ്ടൊരിക്കൽ അമ്മാവൻ സൂചിപ്പിച്ചപ്പോ അമ്മയ്ക്ക് അഭിപ്രായമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ ലേഖയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ കല്യാണം നടന്നു കാണണമെന്ന് ഒരാഗ്രഹമേ അമ്മയ്ക്കുള്ളൂ. അതിപ്പോ ലേഖയല്ല, അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എനിക്കൊരു വിരോധമില്ല. പിന്നെ ലേഖയാവുമ്പോ നമുക്ക് നല്ലപോലെ അറിയാവുന്ന കുട്ടിയാ. നിന്റെ മുറപ്പെണ്ണല്ലേ അവള്. ആ ഒരു ഇഷ്ടവും സ്നേഹവും പരസ്പരം ഉണ്ടാവുന്ന കരുതിയിട്ടാ ആ ബന്ധത്തിന് ഞാൻ നിർബന്ധിക്കുന്നേ. വേണ്ട, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ പെണ്ണ് കെട്ടണമെന്ന് വാശി പിടിക്കില്ലേ അമ്മേ. ഒരു വിവാഹത്തിന് പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ, അത് അമ്മ മനസ്സിലാക്കണം. എല്ലാം അമ്മ മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് അതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി. അതിന്റെ കാരണം അറിഞ്ഞപ്പോ നിന്റെ പകുതി ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ബന്ധം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ അതൊരു കാരണമായി എടുത്ത് സന്യാസം സ്വീകരിക്കാനൊന്നും നിനക്ക് ഉദ്ദേശമില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് എന്റെ കൂടെപ്പിറപ്പിന്റെ വീട്ടിൽ പോയി നിൽക്കാനാ. പൊന്നുപോലെ നോക്കൂ ഏട്ടൻ എന്നെ. വയസ്സുകാലത്ത് തുള്ളി വെള്ളം അനത്തി തരാൻ എനിക്കും ആരെങ്കിലും വേണ്ടേടാ. ഒറ്റത്തടിയായതുകൊണ്ട് നിനക്ക് എവിടെയും പോയി എങ്ങനെയും ജീവിക്കാം. എനിക്കത് പറ്റില്ലല്ലോ. മക്കളെ കണ്ട് കൊതിക്കാൻ പാടില്ലെന്ന് പഴമക്കാര് പറഞ്ഞത് എന്ത് നേരാ. വിധി അതാണെങ്കി അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ഹരി പഴയതുപോലെ തന്നെ എതിർപ്പ് പറയുമെന്ന എന്റെ പേടി. ഓ, നിന്റെ കരുനാവെടുത്തുനിന്ന് വളയ്ക്കാതിരിക്കുന്നുണ്ടോ നീ? മനുഷ്യനിവിടെ ആദ്യ പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു കണ്ടുപിടുത്തം. എന്റെ കരുനാവിന്റെ ഗുണം കൊണ്ടല്ലോ അവൻ മുമ്പ് സമ്മതിക്കാതിരുന്നത്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നീ നോക്കിക്കോ, ഇത്തവണ അവന്റെ മനസ്സ് മാറും. പോരാത്തതിന് ഇക്കുറി ലക്ഷ്മി നമ്മുടെ പക്ഷത്താണല്ലോ. ഈ കല്യാണം മതിയെന്ന് പറഞ്ഞ് ലക്ഷ്മി ശരിക്കൊന്ന് വാശി പിടിച്ച അനുസരിക്കാതെ അവൻ എവിടെ പോവാനാ? ഇനി തട്ടിമുട്ടി അവനെ കൊണ്ട് ഒരുവിധം സമ്മതിപ്പിച്ചു വരുമ്പോ ഇവിടെ ഒരുത്തിയുടെ മട്ടും മാതിരിയൊക്കെ എന്താവോ എന്തോ. ഇപ്പോഴും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ അവള്. ഓ, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? മൂക്കിൽ പല്ല് മുളച്ചിട്ടോ? ഞാൻ പറഞ്ഞ അവള് കേക്കും. അങ്ങനെ വിചാരിച്ചിരുന്നു. ഇപ്പൊ തന്നെ പെണ്ണിന് നിഷേധം തന്നിഷ്ടം കൂടുതലാ. അവൾക്ക് സമ്മതം അല്ലാന്ന് പറഞ്ഞാ ഈ കണക്കൂട്ടിലൊക്കെ വെറുതെ ആവില്ലേ? നീ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അവളുടെ ഉദ്ദേശമെങ്കില്
അവക്കിന് തനി സ്വരൂപം കാണേണ്ടി വരും. സ്നേഹിക്കാൻ മാത്രമല്ല അനുസരിപ്പിക്കാനും എനിക്കറിയാം. നീ കണ്ടോ? ഹാ വന്നോ? ഞാൻ കരുതി ഈ ആഴ്ച സാർ ഇങ്ങോട്ട് വരില്ല എന്ന്. അതാ അച്ഛനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചത്. പെണ്ണിന്റെ ഒരു കോലം കണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെക്കാളും മെലിഞ്ഞല്ലോടി നീ. നിന്റെ ഹോസ്റ്റലിൽ വെപ്പും തീരുമൊന്നും ഇല്ലേ? ഹോസ്റ്റൽ വിശേഷങ്ങളും എന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണോ അത്യാവശ്യം ഒന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്? എനിക്ക് അപ്പോഴേ തോന്നി ചാടി പിടിച്ച് ഇവിടെ വരുമ്പോ ഉള്ളി പൊളിച്ച പോലെ ഉണ്ടാവുന്നു. അല്ല, പോലീസേമാൻ ഇവിടെ ഇല്ലേ? നിന്റെ ഈ വാലും ചേലും ഇല്ലാത്ത വർത്താനം ഒന്ന് നിർത്ത് പെണ്ണേ. അച്ഛൻ അപ്പുറത്തുണ്ട്, കേക്കണ്ട. ഓ, കേട്ടാലെന്താ? എന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ലല്ലോ. അമ്മ വരട്ടാതെ വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. നീ വന്നതല്ലേ ഉള്ളൂ. വേഷമൊക്കെ മാറി വലുതും വന്ന് കഴിക്കാൻ നോക്ക്. ഓ, അപ്പോ സംഗതി എന്തോ സീരിയസ് ഉള്ള കാര്യമാണല്ലോ. അതെ, സീരിയസ് ഉള്ള കാര്യം തന്നെയാ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. ഈ കുട്ടിക്കളിയും കുറുമ്പുമായി എത്ര നാൾ തട്ടിക്കഴിക്കാനാ നിന്റെ വിചാരം? വയസ്സ് എത്രയെന്നല്ല പിടിയുണ്ടോ? ഓ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞും കുടുംബമായി ജീവിക്കുന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നേ? അവരൊക്കെ അങ്ങനെ ജീവിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ നിഷേധത്തിനും കേൾക്കാനല്ല വിളിപ്പിച്ചത്. കാര്യങ്ങളൊക്കെ നിന്റെ അമ്മ വിശദമായി പറഞ്ഞു തരും. തർക്കുത്തരം പറയാൻ നിൽക്കാതെ അതങ്ങ് അനുസരിച്ചോണം. പറഞ്ഞു വരുന്ന കല്യാണത്തെ കുറിച്ചാവും. അക്കാര്യത്തിൽ ഞാൻ എന്റെ അഭിപ്രായം നേരത്തെ തന്നെ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലപ്പുറം ഒന്നും ആരും ഇപ്പൊ പ്രതീക്ഷിക്കണ്ട.